ഏക സിവിൽ കോഡ് നടപ്പിലാക്കുന്നതാണ് ഇപ്പോൾ പറയുന്നത്. ഭദ്രപ്പാട് കാര്യം നടപ്പിലാക്കേണ്ട കാര്യം എന്താണെന്നറിയോ? ഞാൻ ഇവിടെ വന്നതിന് ശേഷം ഒരു മുസ്ലിം സ്ത്രീ BJP ചേരണമെന്ന് പറഞ്ഞ് ചേർന്നു. അപ്പോൾ എന്നോട് പറഞ്ഞു ഇടാൻ പറഞ്ഞു, ഞങ്ങളുടെ ഇത് ഇടാൻ പറഞ്ഞു, ഇട്ടുകൊടുത്തു. എന്നിട്ട് ഞാൻ അവരോട് ചോദിച്ചു, മാഡം എന്തുകൊണ്ടാണ് മുസ്ലിങ്ങളെല്ലാം മാറിയിരിക്കുമ്പോൾ എന്താ ചേരുന്നതെന്ന് ചോദിച്ചു. അവരാദ്യം എന്നോട് പറഞ്ഞു, ഞാൻ 40 വയസ്സുള്ള സ്ത്രീ, എനിക്ക് 20 വയസ്സുള്ള മോള്, അവൾ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ അവളെ മുത്തലാഖ് നടത്താൻ അവരെ അറയ്ക്കും. അത് ചെയ്യാൻ ധൈര്യം മോഡിജിക്കേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ മോഡിജിയിലാണ്. പിന്നെ പറഞ്ഞു എന്നോടൊക്കെ, എൻ്റെ സ്വത്തുക്കൾ എൻ്റെ മോക്ക് തന്നെ കിട്ടണം, എൻ്റെ മറ്റുള്ള ആർക്കും പോകാൻ പാടില്ല. അതിന് യൂണിഫോം സിവിൽ കോഡ് വരണം. വന്നില്ലെങ്കിൽ നാളെ മോഡിജി കൊണ്ടുവരും. അതുകൊണ്ട് 2 കാര്യം. ഉടനെ ഭർത്താവ് പറയണം എന്താണെന്നറിയാം. അത് മാത്രമല്ല, കഴിഞ്ഞ 10 കൊല്ലം 10 പൈസയുടെ കറപ്ഷൻ നടത്താത്ത മോഡി. അതുകൊണ്ടാണ് ഞാൻ നിൽക്കുന്നത്. അതിന് മുമ്പ് എന്തായിരുന്നു? ഇവിടെ നിന്നെല്ലാം സ്വിസ് ബാങ്കിലേക്ക് ഒഴുകുകയല്ലായിരുന്നോ? ഈ 10 കൊല്ലം നിങ്ങൾ മൈക്രോസ്കോപ്പ് വെച്ച് നോക്കിക്കോ, എവിടെയാണ് ഒരു 10 പൈസ? 80 160 മന്ത്രിമാർ, ആദ്യത്തെ പ്രാവശ്യം 80 പേര്, പിന്നെ 80 പേര്, 160 പേരിൽ ആരാണ് 10 പൈസ മോട്ടിച്ചുകൊണ്ട് പോയേ കറപ്ഷൻ കാണിക്കുകയും ചെയ്തിട്ടുള്ളൂ? സ്വിസ് ബാങ്കിലെ പണം മുഴുവൻ തിരിച്ചു പിടിക്കുമെന്നായിരുന്നു മോദിയുടെ പ്രധാന പ്രഖ്യാപനങ്ങളൊന്ന്. 1 രൂപ പോലും ഇതുവരെ പ്രധാനമന്ത്രിക്ക് തിരിച്ചു പിടിക്കാൻ സാധിച്ചു. സ്റ്റാറ്റസ് എനിക്കറിയാൻ മേല. ഞാൻ അതിനെപ്പറ്റി പറയുന്നില്ല. എത്ര പിടിച്ചു എന്നോ എത്ര പിടിച്ചില്ലെന്നോ എനിക്കറിയാൻ മേല. അത് പഠിച്ചിട്ട് ഞാൻ പറയാം. അത് 1 രൂപ പോലും ഇതുവരെ തിരിച്ചു കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. സ്വിസ് ബാങ്കിൽ നിന്നും കള്ളപ്പണമായിട്ട് ആ എമൗണ്ട് മുഴുവൻ തിരിച്ചു കൊണ്ടുവന്ന് ഇവിടുത്തെ ജനങ്ങൾക്ക് നൽകുമെന്നായിരുന്നു പ്രഖ്യാപനം. 1 രൂപ പോലും ഇതുവരെ സ്വിസ് ബാങ്കിൽ നിക്ഷേപിക്കപ്പെട്ട ഒരു കള്ളപ്പണം പോലും കേന്ദ്ര സർക്കാരിന് കണ്ടുപിടിക്കാനോ തിരിച്ചു കൊണ്ടുവരാനോ സാധിച്ചിട്ടില്ല. അതൊരു പരാജയം. ഞാൻ അതിൻ്റെ സ്റ്റാറ്റസ് ഓർക്കുന്നില്ല. പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം, മോഡിജി ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ചെയ്തിരിക്കും. അത് 10 വർഷമായിട്ടും ചെയ്തിട്ടില്ല. 10 വർഷം ചിലപ്പോൾ അത് കൂടുതൽ സമയം എടുക്കുന്നതായിരിക്കും. അതിൻ്റെ റീസൺ കാണും, ചിലപ്പോൾ ലീഗൽ ഇഷ്യൂസ് കാണും, മറ്റ് പല കോംപ്ലിക്കേഷൻസും കാണും. ഒരു കാര്യം പറഞ്ഞാൽ എല്ലാ കാര്യവും ചിലപ്പോൾ ചെയ്യാൻ പറ്റില്ലെന്ന് വരും. എമർജിങ് ആയിട്ടുള്ള ചില പ്രോബ്ലംസ് വരും, ലീഗൽ ഇഷ്യൂസ് വരും. ഇതെല്ലാം കൂടെ കൺസിഡർ ചെയ്യൽ ചെയ്യാവും. മോഡിജി പറഞ്ഞത് 99% ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞതിൽ വിട്ടുപോയ ഒറ്റ ഉള്ളൂ, യൂണിഫോം സിവിൽ കോഡ്. അതും ഞാൻ ആഗ്രഹിച്ചു, അതുകൂടെ ഞാൻ വരണമെന്ന് ആഗ്രഹിച്ചു. അങ്ങനെ ഞാൻ മോഡി പറഞ്ഞെന്താണെന്നറിയോ? 10 കൊല്ലം കണ്ടത് ട്രെയിലറാണ്, ഒരു ട്രെയിലർ. ഇനി കാണാൻ പോകുന്ന സിനിമയാണ്. അടുത്ത 5 കൊല്ലം അല്ല, അടുത്ത 5 കൊല്ലം ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് യു ക്യാൻ സീ വാട്ട് ഈസ് ഹാപ്പനിങ് ഇൻ ഇന്ത്യ. ദർ വിൽ ബി ട്രെമൻഡസ് ചേഞ്ച്. എന്ത് ചേഞ്ചാണ്? ഇവർ പറയുന്ന ചേഞ്ചൊന്നുമല്ല.